കള്ളം. അതായത് ചിലർ തല പോയാൽ, എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞുണ്ട്, തല പോയാലും കള്ളം പറയരുതെന്ന് പറയും. അത് ഒരു കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ ജീവന് ആപത്ത് ഉണ്ടാകുന്ന ഒരു സന്ദർഭത്തിൽ ഒരു കള്ളം പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നൊരു പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എന്തുമായിക്കൊള്ളട്ടെ, എങ്കിലും നമ്മൾ മാക്സിമം കള്ളം പറയാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നമ്മൾ കുഞ്ഞിലേ തൊട്ട് അത് നമ്മൾ ശീലിച്ച് വരുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം നമ്മൾ കുഞ്ഞിലെ കൊച്ചു കുട്ടികളെ ഒരിക്കലും കള്ളം പറഞ്ഞ് പഠിപ്പിക്കരുതെന്ന് പറയാം. അവർക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വളർത്തുകയാണെങ്കിൽ അവർക്ക് കള്ളം പറയാൻ തോന്നുകയില്ല. അങ്ങനൊരു ശീലം വന്നു കഴിഞ്ഞാൽ, അത് ആ കുഞ്ഞിലേ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും വലിയ പ്രയോജനമാകും. രക്ഷിതാക്കൾക്കായിരിക്കും അതിൻ്റെ പ്രയോജനം കൂടുതൽ ആദ്യം വരുന്നത്. കാരണം തങ്ങളുടെ മക്കൾ എന്തോ ഉണ്ടെങ്കിലും നമ്മളോട് വന്ന് പറയും. അപ്പം നമുക്ക് അവരുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം. പിന്നീട് നമുക്ക് അവരോടുള്ള ഒരു അടുപ്പം കൂടും, വിശ്വാസം കൂടും. എൻ്റെ കുട്ടി എന്നോട് കള്ളം പറയില്ല എന്നുള്ളത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്കിലും കുഞ്ഞിലെ തൊട്ട് നമ്മളത് ശീലമാക്കാൻ ശ്രമിക്കണം അവരോട്. അത് നമ്മളൊരിക്കലും അവരോട് കള്ളം പറയാതിരുന്നാൽ മതി. ചെറിയ ചെറിയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ എന്തിനെങ്കിലും വാശി പിടിക്കുകയാണ്, അത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കുമെങ്കിൽ നമ്മളതിനെ ഒഴിവാക്കാൻ എന്തെങ്കിലുമൊക്കെ തട്ടുമുട്ട് ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കാം. അല്ലാതെ നമ്മൾ കള്ളം പറയുന്നത് അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്കും കള്ളം പറയാനുള്ള തോന്നലുണ്ടാകും, അല്ലേ? നമ്മൾ കള്ളം കാണിക്കുന്ന അവർ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ അവരുടെ മുന്നിൽ ഒരു കള്ളം പറയുകയോ കള്ളം ചെയ്യുകയോ ചെയ്യരുത്. നമ്മൾ ചെയ്യുന്ന കള്ളത്തിന് അവരെ കൂട്ടുപിടിക്കുകയും ചെയ്യരുത്. നമ്മളെന്തെങ്കിലും കള്ളം ചെയ്യും, അത് അച്ഛൻ വരുമ്പം പറയല്ലേ, അല്ലെങ്കിൽ അമ്മ വരുമ്പം പറയല്ലേ, ഇങ്ങനെയൊക്കെ പറയുന്ന രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിൽ അങ്ങനെ ഒരു മെൻറ്റാലിറ്റി വളരും. അത് പിന്നീട് എൻ്റെ അച്ഛനും അമ്മയും അറിയാതെ എനിക്കത് ചെയ്യാം എന്ന തോന്നലിലേക്ക് അവരുടെ മനസ്സിനെ മാറ്റും. അതുകൊണ്ടാണ് കള്ളം എന്നുള്ളത് അവരെ പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരുടെ മനസ്സിലേക്ക് മാറ്റാൻ ശ്രമിക്കരുത്. കള്ളം അവരുടെ മുന്നിൽ ഒരിക്കലും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരാളെ മനസ്സിലാക്കുന്നു, അല്ലേ? അവർ നമ്മളോട് കള്ളം പറയില്ല എന്നുള്ള വിശ്വാസമുണ്ടല്ലോ, ആ വിശ്വാസം നമ്മൾ തീർച്ചയായിട്ടും പാലിക്കുക തന്നെ ചെയ്യണം. കള്ളം പറഞ്ഞുകൊണ്ട് അധിക നാൾ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു കള്ളം പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ കള്ളം പറഞ്ഞുകൊണ്ടേയിരിക്കണം. ലാസ്റ്റ് അതൊരു ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴും. അപ്പോൾ അതിലും നല്ല അങ്ങനെയുള്ള കള്ളങ്ങൾ പറയാതിരിക്കുക. ഒരു കള്ളം പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ ഒരു നിമിഷത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാവാം. പക്ഷേ ആ കള്ളം പറഞ്ഞതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, ടെൻഷൻ അത് പിന്നീട് എപ്പോൾ നമ്മുടെ ജീവിതം അവസാനിക്കുന്ന അവിടം വരെ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കും മാനസികമായിട്ട്. എന്നാലും അങ്ങനെ ചെയ്തല്ലോ പറഞ്ഞല്ലോ, അങ്ങനെ ആ ഒരു ടെൻഷൻ. ഇങ്ങനെ ഇതിലൊന്നും പെടാത്ത ആളുകളുണ്ട് കേട്ടോ. എത്ര വേണമെങ്കിലും കള്ളം പറയാം. കള്ളം പറയുന്നതിലൊരു പ്രശ്നമേ ഇല്ല. അങ്ങനൊരു മനസാക്ഷി കുത്തെന്നൊക്കെ പറയത്തില്ല, അങ്ങനെയൊന്നും തോന്നാത്ത ഒരുപാട് പേരുണ്ട്. കള്ളം ചെയ്യുന്നവരുണ്ട്, കള്ളം പറയുന്നവരുമുണ്ട്. എനിക്കറിയാവുന്ന ആളുകളൊക്കെ ഉണ്ട്. എനിക്കാണ് ഓർക്കും ഇവരൊക്കെ എന്തൊരു മനുഷ്യരാണെന്ന്. കാരണം ചിലർ നാവ് വളച്ചെടുക്കുന്നതേ കള്ളം പറയാനായിരിക്കും. അത് ചിലപ്പം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കത് മനസ്സിലാകുന്നതാണെങ്കിലും അവർക്കതൊരു പ്രശ്നമില്ല, അവർ കള്ളം പറഞ്ഞിരിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ കള്ളം പറഞ്ഞ് ശീലിച്ചിട്ടുണ്ടെങ്കിലോ ആയിരിക്കും നമ്മുടെ കുട്ടികളെയും കൂടി അല്ലെങ്കിൽ വരുന്ന തലമുറയും കൂടി ആ ഒരു രീതിയിലേക്ക് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മനസ്സിലായോ? അതായത് ഇപ്പം ഭാര്യയും ഭർത്താവിൻ്റെ ഇടയ്ക്ക് അതിൽ ഇതുപോലെ തന്നെ ഒരു സത്യസന്ധത പുലർത്തുക, കള്ളം പറയാതിരിക്കുക. ഭർത്താവ് എന്നോട് കള്ളം പറഞ്ഞുകൊണ്ട് ഞാനും ഭർത്താവിനോട് കള്ളം പറയാം, അല്ലെങ്കിൽ ഭാര്യ കള്ളം പറഞ്ഞുകൊണ്ട് ഞാനും ഭാര്യയോട്. അങ്ങനെയില്ല. നമ്മളായിരിക്കുക എന്ന് പറയുന്ന പോലെ ഞാൻ കള്ളം പറയില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യില്ല, ഞാനാണ്, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു വ്യക്തിത്വമുണ്ട് എന്ന ഒരു ആദർശവുമായി ജീവിക്കുക. അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ നമുക്കൊരുപാട് പോസിറ്റീവ് എനർജി കിട്ടും. കാരണം നമ്മൾ അങ്ങനെയല്ല,
പിന്നെ ആരെന്ത് പറഞ്ഞാലും എങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ നമ്മുടെ മനസ്സ് നമ്മളെ സഹായിക്കും. അത് നമുക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് നൽകും. മനസ്സിലായോ? നമ്മുടെ ആ കോൺഫിഡൻസ് നമ്മളെ എപ്പോഴും ഉയർത്തി നിർത്തുകയുള്ളൂ. ഞാൻ പറയില്ല, ഞാനങ്ങനെ ചെയ്യില്ല. നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മളുള്ള കാര്യം പറയാൻ ശീലിക്കുക. അതല്ലാതെ ഒരു കള്ളം പറഞ്ഞുകൊണ്ടൊന്നും നേടാനായിട്ട് ശ്രമിക്കാതിരിക്കുക. കാരണം ആ നേട്ടം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടമാകും. അതുകൊണ്ട് കള്ളം പറഞ്ഞുണ്ടാകുന്ന ഒരു നേട്ടവും ശാശ്വതമല്ല. അത് നശ്വരമാണ്, നശിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കൊരു വിഷമം തോന്നുമായിരിക്കാം, എന്നാലും ഞാൻ സത്യം പറഞ്ഞുകൊണ്ട് എനിക്ക് അങ്ങനെ വന്നു. പക്ഷേ അതിലൊരു വിഷമം വേണ്ട. എന്നെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ ആ സത്യസന്ധതയായിരിക്കാം ഏറ്റവും അധികം നിങ്ങളെ സപ്പോർട്ടായിട്ട് ബാക്കിയുള്ള എല്ലാവരും നിങ്ങളെ അംഗീകരിക്കുന്നതും എല്ലാം ആ സത്യസന്ധതയിലായിരിക്കും. സത്യത്തിന് എപ്പോഴും വിജയം ഉണ്ടാവുള്ളൂ. അതും നമ്മൾ ഓർത്തിരിക്കുക. ശരിയല്ലേ?